ഹായ് ഹായ് ഗുഡ് മോർണിംഗ്. ഞാനിന്ന് ഒരു ആപ്പിൾ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നമ്മുടെ ഗഡിന്റെ കൂടെ. അപ്പൊ ഇതെന്ന് പറയുമ്പോ നമ്മൾ വിചാരിച്ചേ ഇതിപ്പോ എല്ലാവരും ചെയ്യണത് തന്നെയാണ്. ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാൻ ഇപ്പൊ അത്ര വലിയ പണിയൊന്നുമില്ല. നല്ലൊരു ആപ്പിൾ എടുക്കുക. ഞാൻ അതിന്റെ ഇവിടെയൊക്കെ ഒരു മിനിറ്റ്. ഹലോ, ഓഫാക്കിണ്ട്. അപ്പൊ അത് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ആപ്പിളിന്റെ ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ, ഈ ആപ്പിൾ മേടിക്കുമ്പോഴേ നമ്മള് കുട്ടികളൊക്കെ എന്നെ കാണാണ്ട. അതായത് ഇതിന്റെ ഈ ആപ്പിളിന്റെ ഉൾവശങ്ങളൊക്കെ ഇതൊക്കെ ഒരുപാട് കെമിക്കല് ചേർത്തിട്ട് വരുന്ന ഒരു ആപ്പിളാണ്. ഈ അമരി ആപ്പിള്, കാശ്മീർ ആപ്പിൾ എന്നൊക്കെ പറയും. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപ്പുവെള്ളത്തിലിട്ട് കഴുകുക എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അതിന് വേറെ മരുന്നുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോ നമ്മള് ഈ ആപ്പിള് മേടിക്കുന്നു, ശരിക്കും തോല് ചെത്തിയിട്ട് ഉപയോഗിക്കാന്ന് പറയാം. അപ്പൊ ഞാനൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. സാധാരണ അങ്ങനെയാണ്, തോല് ചെത്തിയിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോ ഇത് നമ്മള് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് നമ്മളെ ഉപ്പുവെള്ളമുള്ള ലായനിയില് കഴുകിയിട്ട് പിന്നെ അത് വേറൊരു മരുന്നുണ്ട് അതില് കഴുകിയിട്ട് ഉപയോഗിക്കാന്ന് പറയും. അപ്പൊ ഞാൻ നോക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എത്രത്തോളം തീവ്രതയേറിയിട്ടുള്ള ഒരു മരുന്നായിരിക്കും അവരിത് മടിച്ചുണ്ടാവാൻ നോക്കണം. ഇനി അത് കഴുകാൻ വേറെ മരുന്ന്. പിന്നെ ആപ്പിള് മേടിച്ചു കഴിഞ്ഞാൽ അത് ഉപ്പില് ഞാൻ പറയും ഒരു തമാശന്. പൊതുവെ എന്റെ പ്രോഗ്രാമുകളൊക്കെ ഒരു തമാശയാണ്, പക്ഷെ അത് കുറച്ച് സീരിയസ് ആണ്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത്. ഈ അവതരണത്തിൽ ഒരു തമാശ കൊണ്ടുവരണത് കാണാനുണ്ടല്ലോ അല്ലെ. ഈ അവതരണത്തിൽ ഒരു തമാശ കൊണ്ടുവരുന്ന നമ്മളിപ്പോ ഇവരോരോ കാര്യങ്ങൾ നോക്കുമ്പോഴേ ഇതിപ്പോ ചോപ്പ കളർ, ഇത് ശരിക്കും മൂത്തിട്ടില്ല ഈ ആപ്പിള്. പക്ഷെ ചോപ്പ കളർ വരുത്താൻ വേണ്ടിട്ട് അവർ എന്തെങ്കിലും കെമിക്കൽ അടിക്കണ്ടോ? നല്ല മധുരമൊക്കെ ഉണ്ട് കഴിക്കാൻ. പിന്നെ അത് പോവാൻ ഉപ്പുവെള്ളത്തിൽ ഇട്ടിട്ട് കഴുകണം. നല്ല മധുരമുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു മരുന്നിലിട്ട്, അത് പണക്കാരൊക്കെയാണ് ചെയ്യുക, അതില് അവര് വേറെ മരുന്നിട്ട് പിന്നെ കഴുകും. അപ്പൊ അതിലത്തെ എല്ലാതും പോവും. എന്നിട്ട് നമുക്ക് അത് കഴിക്കാതെ പറഞ്ഞോ. അതങ്ങനെ ആപ്പിള് നമുക്ക് വീട്ടിൽ വെച്ചുണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളില് കുറെ സാധനങ്ങളുണ്ട്, അതൊക്കെ പുഴുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് കളയണം. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ആപ്പിൾ കിട്ടിയ ഉടൻ തന്നെ മുറിച്ച് അത് കഴുകി എടുത്ത് കഴിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് ഇതിപ്പോ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ടുള്ളത് തന്നെ കേട്ടോ. അപ്പൊ നേരത്തെ പറയാൻ കാരണം മറ്റെല്ലാം അയിന് മേടിച്ചു വെച്ചിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യ വീട്ടിൽ ചെന്നപ്പോ അവര് പറഞ്ഞു, അയ്യോ ആപ്പിൾ അങ്ങനെ കഴിക്കരുത്, മുന്തിരി അങ്ങനെ കഴിക്കരുത്. മുന്തിരിക്ക് നമ്മൾ എങ്ങനെ കഴുകിയാലും എന്തുണ്ടാവുക, ആ ഒരു ഫ്രോസ്റ്റ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഒരു ഇതുണ്ടാവും. അപ്പൊ അത് വേറെ പ്രത്യേകിച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകി നമ്മൾ കഴിക്കണം. സാധാരണ മനുഷ്യൻ എന്ന് പറയുമ്പോ അത്രയും ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് മൂക്കാത്ത ആപ്പിളാണ്. ഇപ്പൊ ചിലവരുണ്ട് പഴം അങ്ങനെ പഴിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഇനി പഴം നമ്മള് മൂക്കാത്ത പഴം കൊണ്ടിട്ട് വെറുതെ ഇങ്ങനെ പുകയില് വെച്ചിട്ട് തരും. നമ്മളിത് മേടിച്ചിട്ട് നമ്മള് പെട്ടെന്ന് കാണുമ്പോ മഞ്ഞ കളറായിണ്ട്, നമ്മളിത് മേടിച്ച് കഴിക്കും. നമുക്കതറിയില്ല മൂത്തുണ്ടോ മൂത്തില്ലേ. അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോണത് ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കഴുകാം, അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനെ മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നൊരു ബോധവൽക്കരണം നടത്തിയതാണ്. അതിന്റെ ഉദ്ദേശം തന്നെ നമുക്കിത് ഉത്പാദിപ്പിക്കാൻ പറ്റില്ല, എങ്കിലും ഇത് മേടിക്കുമ്പോ അത്യാവശ്യം നമ്മളൊരു കൊതി എന്ന് പറയും, കൊതി പറ്റുക എന്ന് പറഞ്ഞ പോലെ
ഇത് കിട്ടിയ വഴിക്ക് അങ്ങനെ കഴിക്കാൻ പാടില്ല. അത് ഭയങ്കര രോഗങ്ങൾ ഉണ്ടാക്കും. അത് ചിലപ്പോ വലിയ വലിയ രോഗങ്ങൾ, ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും അതിനെ കുറിച്ച്. കാരണം ഇതിനെ എല്ലാം ഒരുമിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കൊളക്കരയില് അല്ലെങ്കിൽ നമ്മള് കിണറിന്റെ അവിടെ പെണ്ണുങ്ങള് വിശേഷം പറഞ്ഞ പോലെയാ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ലാസ്റ്റ് പറയും, അതെ നമുക്ക് നാളെ പറയാട്ടാ ബാക്കിയുള്ളതെന്ന് പറയില്ലേ. അപ്പൊ ഇന്നിപ്പോ ഞാൻ ചെയ്യണത് ഇതുകൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കണം. വൈകടിനെ മുണ്ടാണ്ടിരുത്തിയതാ, തിക്കുന്നവർക്കും വേണം ജ്യൂസ്. ഒരു ജ്യൂസ് കഥ. എന്റെ ഒക്കെ ഉള്ളിലൊക്കെ ചോപ്പ കളറായിട്ടിരിക്കുന്നു. ഞാൻ ഒന്നും പറയില്ല. കാണുമ്പോ നല്ല ഭംഗിയുള്ള തിന്നാൻ പറ്റിയാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ തിന്നുണ്ട്. ഈ ജഗ്ഗിലിപ്പോ നമ്മള് പകുതി പോലെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. അതൊന്ന് ജ്യൂസായി. ജ്യൂസ് മമ്മൂട്ടിക്ക ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യൂസോ. വെള്ളം എടുക്കാൻ ഞാൻ പോയിട്ട് വരാട്ടാ. ബ്രേക്ക്. ഇതാ പോയി, ഇത് വന്നില്ല. അപ്പോ ഇതില് വെള്ളം എടുക്കുകയാണ്. വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ആവും. പിന്നെ കുറെ പഞ്ചസാര ഷുഗർ കൂടും. പിന്നെ ഷുഗർ ആവും. പിന്നെ പ്രഷർ ആവും. അത് ഉപ്പ് തിന്ന പ്രഷർ ആവും, പഞ്ചസാര തിന്ന ഷുഗർ ആവും. എന്നുവെച്ചാൽ ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടെങ്കിലാണ് ശരീരത്തില് അത് നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ. ആളുകൾ പറയും ഷുഗർ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കുറച്ച് വേണം. പഞ്ചാര അടിക്കലല്ല പറയണം. ഷുഗർ കുറച്ച് മനുഷ്യ ശരീരത്തിലുണ്ട്. പ്രഷർ അല്ലെങ്കിൽ ഉപ്പ് അത് കുറച്ച് മനുഷ്യ ശരീരത്തിൽ വേണം. സോഡിയം എന്ന് പറയില്ലേ, ഇത് കുറഞ്ഞു കൂടി എന്നൊക്കെ പറയണത് ഇതൊക്കെ ഉണ്ടെങ്കിലാണ് മനുഷ്യനാവുള്ളൂ. അങ്ങനെയാണ് പ്രകൃതിയായിട്ട് നമ്മൾ പറഞ്ഞത്. കുറച്ചുകൂടി വെള്ളം എടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഇത് പറഞ്ഞ് തൊണ്ടയിൽ വെള്ളം പറ്റി. അപ്പൊ കുറച്ച് വെള്ളം ഇവിടെ മൺകലത്തിലാണ് വെള്ളം വെച്ചിട്ടുള്ളത്. അതായത് മൺകലത്തിലത്തെ വെള്ളം ഫ്രിഡ്ജ് അവിടെ ഉണ്ട്. അപ്പൊ മൺകലത്തിലത്തെ വെള്ളം കുടിക്കാന്ന് പറയുമ്പോ അടിപൊളി വെള്ളം. വെള്ളം നമ്മൾ ചൂടാക്കി കഴിക്കുക എന്നുള്ളത് അത്ര നല്ലൊരു പ്രവണതയല്ല. കാരണം വെള്ളത്തില് ഒരുപാട് ധാതു ലവണങ്ങളുണ്ട്. അത് വെള്ളത്തിന്റെ നമ്മള് കിണറിന്റെ ഉള്ളില് ചിലരിപ്പോ പടിഞ്ഞാറ് രാജ്യത്തൊക്കെ ആണെങ്കിൽ നെല്ലിപ്പലയൊക്കെ ഇറക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കി കഴിക്കുമ്പോ അത് അത്ര നല്ലതല്ല. അത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ കൂടുതലായിട്ട് ആ വിഷയങ്ങളിലേക്ക് കിടക്കണില്ല. അപ്പോ നമ്മൾ പരസ്പര വിരുദ്ധവും പറയുന്നത്. അപ്പോ നല്ല വെള്ളം പാറയിന്ന് വരുന്നത് നമ്മുടെ തറവാട്ടിലത്തെ കിണറ്റിലത്തെ പാറയിന്ന് വരുന്ന വെള്ളമാണ്. അത് കുടിക്കാൻ നല്ല രസമാണ്. നല്ല വെള്ളം കുടിക്കാൻ കിട്ടുന്നതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ്. അപ്പൊ നമ്മള് വീണ്ടും ഇതാ ഇങ്ങനെ ഈ ഇതിൽ കാണുന്നപ്പോലെ കണ്ടില്ലേ, നമ്മളിപ്പോ കാലുമ്മ ഇപ്പൊ വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തോർത്ത് കിട്ടാതിരിക്കും. ഇനി പെട്ടെന്നൊക്കെ ഒരു വല്ല ഷോക്കോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് നമ്മളൊരു പ്രിക്കോഷ്യസ് എടുക്കണം. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്.
കൂടുതലൊന്നും പറയണില്ല, ഞാൻ അത് കുടിക്കാനുള്ള പരിപാടിന്. അപ്പൊ ഓക്കെ, താങ്ക് യു. ഇത്ര നേരം എന്റെ പ്രോഗ്രാം കണ്ട എന്നോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയണം. എന്തായാലും ജ്യൂസ് ഇത്രയും എത്തിയ സ്ഥിതിക്ക് ഞാനിത് കുടിക്കണത് കാണിച്ചില്ലേ നിങ്ങള്. ഇത് ഓഫ് ചെയ്യണം കേട്ടോ. വേണേ നമുക്കത് ഊരിയിടാൻ പറ്റുന്നെങ്കിൽ അത് അത്രയും നല്ലതാണ്. ഇപ്പോ ഈ വൈദ്യുതി ഇതിപ്പോ കംപ്ലീറ്റ് മിക്സ് ആയി അടിപൊളി. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴിക്കാം. അടിപൊളി മിക്സ് ആയി, ഒരു ചെറിയ കഷ്ണം പോലും ഇതിലില്ല. അടിപൊളി ജ്യൂസ്. അപ്പോ വെറുതെ ഇരിക്കുമ്പോ, അല്ലെങ്കിൽ വെയിലുള്ളപ്പോ, അല്ലെങ്കിൽ ദാഹം, അതായത് ജ്യൂസ് എന്തെങ്കിലും നമ്മൾ കഴിക്കാന്ന് പറയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പായ ജ്യൂസ്, ഇതൊക്കെ മമ്മൂട്ടി കഴിക്കുന്നത് പപ്പായ ജ്യൂസിന് കേട്ടാ. അവരിന്ന് അങ്ങനെ വാരി വലിച്ചിട്ട് കണ്ട ബോട്ടി കൊള്ളി, ലിവർ കൊള്ളി, മെറ്റബോൾട്ടി കൊള്ളൊന്നും കഴിക്കില്ല. അത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ എവിടെന്നേലും മേടിച്ച വല്ല പഴ, വല്ല പച്ചക്കറി പോലത്തെ എന്തെങ്കിലും മേടിച്ചിട്ട് കിക്കുമ്പർ പോലത്തെ എന്തായാലും മേടിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം. നാരങ്ങയുടെ വെള്ളം അതിന് കുഴപ്പമില്ല കേട്ടോ. എന്താ